ഹായ്, നമ്മളിപ്പോൾ ഒരു കാർഡ് ഗെയിമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കാർഡ് ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിച്ച കാർഡ് ഏതാണോ ആ കാർഡ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഏത് കാർഡ് വേണേലും ആയിരിക്കാം. ആ കാർഡ് ഏതാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ പറയാനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മെൻ്റലിസ്റ്റിൻ്റെ വേറെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളിപ്പോൾ, മൂന്നാമത്തെ ട്രിക്കാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്ന അതേ കാർഡുകൾ തന്നെയാണ്. അപ്പോൾ ഈ കാർഡ് ഞാനിവിടെ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ കാർഡ് ഇടുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരിടത്തെത്തി കഴിയുമ്പോഴേക്കും സ്റ്റോപ്പ് എന്ന് പറയണം. ആ സ്റ്റോപ്പ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ കാർഡ് കവർ ചെയ്ത് വയ്ക്കുകയാണ്. അവിടുന്ന് പിന്നീട് ആ കാർഡ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കാതെ തന്നെ നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ പോവുകയാണ്, ഏതായിരിക്കും ആ കാർഡ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇനിയിപ്പം ഗെയിമിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കാർഡ് ഇപ്പോൾ ഇടാനായിട്ട് പോവാം. അത് ഏതാണ് എന്നുള്ളത് നീ പ്രഡിക്ഷൻ ചെയ്താൽ മാത്രം മതി. എവിടെയെങ്കിലും എത്തുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഉള്ള ഈ കാർഡാണ്. ഇപ്പോൾ ആ കാർഡ് ഏതാണെന്നുള്ളത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല, നമുക്കത് മൂടി വെച്ചേക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാലൻസ് ഈ കാർഡാണ്. ഇതിപ്പം ഇതിൻ്റെ അകത്തിരിക്കുന്ന ഏതൊക്കെ കാർഡാണ്, അവിടെ ഇട്ടിരിക്കുന്ന ഏതൊക്കെ കാർഡാണ്, അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കാരണം അവൻ്റെ ഇഷ്ടത്തിനാണ് അവനത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം എനിക്ക് കാണണ്ട ആ കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് എടുത്തിട്ട് ആ മേളിൽ നീ സ്റ്റോപ്പ് പറഞ്ഞ കാർഡ് എടുത്തിട്ട് നീ അത് ഏതാണെന്ന് വെച്ചാൽ നോക്കി, എന്നെ കാണിക്കണ്ട. എന്നിട്ട് അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേരി. അക്ക ഏതാണെന്നുള്ളതൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേരി. ആടാതെ നോക്കാം, ആടല്ല, ബോഡിക്ക് വേറെ ലാംഗ്വേജ് കൊടുക്കരുത്. അല്ലാതെ കറക്റ്റ് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് തന്നെ അക്ക ഏതാണെന്നുള്ളതൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേരി. ആ ചിഹ്നം ഏതാണെന്ന് റിപ്പീറ്റ് ചെയ്യുക മനസ്സിൽ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കണ്ടത്, ഞാനിപ്പം അതിൻ്റെ അകത്ത് മനസ്സിൽ വായിക്കാനായിട്ട് പറ്റിയ ഇത് ഞാനിപ്പോൾ എഴുതുവാണ് ഇവിടെ. ഇപ്പം ഞാൻ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒരു പ്രഡിക്ഷൻ എഴുതിയിട്ടുണ്ട്. ആ പ്രഡിക്ഷൻ നമുക്കിപ്പോൾ ഇവിടെ മടക്കി ഇവിടെ തന്നെ വയ്ക്കാം. അപ്പോൾ ആ പ്രഡിക്ഷൻ നമുക്കിവിടെ വെച്ചിട്ട് ആ പ്രഡിക്ഷൻ ഞാൻ ജസ്റ്റ് ഇത് വെച്ചൊന്ന് മൂടി വയ്ക്കുകയാണ്, പറന്നു പോകാതിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇനി അത് ഏതാണെന്നുള്ളത് ഒന്ന് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുത്തേരെ. ഇതിപ്പം ആടതൻ 8 ആണ് വന്നിരിക്കുന്നത്. ആടതൻ ഹാർട്ട് 8 ആണ് ഇപ്പം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ പേപ്പർ എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തേ. തുറന്നോ പേപ്പർ തുറന്നോ. ഒട്ടിയിരിക്കാൻ സ്റ്റിക്കി നോട്ട് ആയതുകൊണ്ട് ഒട്ടിയിരിക്കുമായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നോക്കിയാൽ മതി. നോക്കിയാലോ എങ്ങനെയാ? നീ എനിക്ക് നേരത്തെ വല്ലതും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിന്റെ ഇഷ്ടത്തിനല്ലേ ഞാനത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചേ. പിന്നെ എങ്ങനെ എനിക്കറിയാം അത് 8 ആണെന്നുള്ളത്? അപ്പം ഇതാണ് ഞാൻ പ്രഡിക്ഷൻ എഴുതിയിരുന്നത്. ആളെടുത്ത കാർഡും അത് തന്നെയാണ്.